ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസ് കൊടുക്കാം. ഇന്ന് നിഫ്റ്റി നല്ല റാലിയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിൻ്റെ സീസ് ഫയറൊക്കെ നടന്നത് കാരണം നിഫ്റ്റി ഇന്ന് 873 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 23,997 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കും സമാനമായി 2987 2987 പോയിൻറ്റ് ഉയർന്ന് 55,703 ക്ലോസ് ചെയ്തു. നല്ലൊരു റാലിയാണ് നിഫ്റ്റി ബാങ്കിൻ്റെ സൈഡിൽ നിന്നുണ്ടായത്. മോർ ദാൻ 5%, ഓൾമോസ്റ്റ് 5.67% റാലി കാണാൻ സാധിച്ചു. നിഫ്റ്റി മിഡ് ക്യാപ് 2198 പോയിൻറ്റ്സ് ഉയർന്ന് 56,799 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പും ഇന്ന് 694 പോയിൻറ്റ്സ് ഉയർന്ന് 16,538 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 19.69 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 2,946 പോയിൻറ്റ്സ് ഉയർന്ന് 77,562 ക്ലോസ് ചെയ്തു. ഇന്നത്തെ DII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII ഇന്ന് 4,168 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FIA സെല്ലിംഗ് തുടരുകയാണ്. താരതമ്യേന FIയുടെ സെല്ലിംഗ് കുറഞ്ഞു വരികയാണ്. 2,811 കോടി നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്ന് FIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഇന്ന് 26,002 ക്ലോസ് ചെയ്തപ്പോൾ 1,629 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി. നിഫ്റ്റി എനർജി 890 പോയിൻറ്റ്സ് ഉയർന്ന് 36,416 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 1361 പോയിൻറ്റ്സ് ഉയർന്ന് 26,053 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 724 പോയിൻറ്റ്സ് ഉയർന്ന് 47,704 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 84 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 14,077 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഇൻഫ്ര 359 പോയിൻറ്റ്സ് ഉയർന്ന് 9,067 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 162 പോയിൻറ്റ്സ് ഉയർന്ന് 31,565 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 38 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 1,349 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ എന്ന് 316 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 12,078 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 387 പോയിൻറ്റ്സ് ഉയർന്ന് 11,135 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 122 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 21,991 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 451 പോയിൻറ്റ്സ് ഉയർന്ന് 8,716 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി റിയാലിറ്റി 47 പോയിൻറ്റ്സ് ഉയർന്ന് 745 ക്ലോസ് ചെയ്തു. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 22,968 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 23,123 ക്ലോസ് ചെയ്തു. വെനസ്ഡേ ഇന്ന് 23,997 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച നിഫ്റ്റി ആകെ 1,284 പോയിൻറ്റ് ഉയർച്ചയുണ്ടായി 5.65% റാലിയാണ് നിഫ്റ്റി 50 ഈ ആഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50 ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 ആയിരുന്ന നിഫ്റ്റി ഇന്ന് 23,997 ക്ലോസ് ചെയ്തപ്പോൾ 8.16% പ്രോഫിറ്റാണ് ഈ വർഷം നിഫ്റ്റിയിൽ ലോസാണ് കാണാൻ സാധിക്കുന്നത്. 8.16% ലോസാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 കഴിഞ്ഞ 12 മാസത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2025 ഏപ്രിലിന് 334 നിഫ്റ്റി ഇന്ന് 23,997 നിൽക്കുമ്പോൾ 1.38% ലോസാണ് കഴിഞ്ഞ 12 മാസമായിട്ട് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ഈ ലോസിൻ്റെ വേഗത കുറഞ്ഞത് ഇന്നത്തെ നല്ലൊരു റാലി കാരണമാണ്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 2,795 കമ്പനി ഗ്രീനിൽ ക്ലോസ് ചെയ്യുമ്പോൾ 250 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ശ്രീറാം ഫിനാൻസ് 9.94% റാലി നടത്തി. അദാനി എൻ്റർപ്രൈസ് 8.59% റാലി നടത്തി. TMPV 8.44% റാലി നടത്തി. ഇന്റർഗ്ലോബ് 8.12%, ഏഷ്യ മോട്ടോഴ്സ് 7.96%, L&T 7.59%, ബജാജ് ഫിനാൻസ് 7.01%, M&M 6.77%, ആക്സിസ് ബാങ്ക് 6.63% ആൻഡ് മാരുതി സുസുക്കി 6.28% റാലി കാണാൻ സാധിച്ചു. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കോൾ ഇന്ത്യ 2.97% ഫോളോ കണ്ടു. ടെക് മഹീന്ദ്ര 1.49% ഫോളോ നടത്തി. നെസ്ലെ ഇന്ത്യ 0.74%, വിപ്രോ 0.64%, ONGC 0.40%, ഡോക്ടർ റെഡ്ഡി 0.39%, ഹിൻഡാൽകോ 0.28%, സൺഫാർമ 0.20% ആൻഡ് പവർ ഗ്രിഡ് 0.19% ഫോളാണ് കാണാൻ സാധിച്ചത്. ഇതൊരു ബയേഴ്സിലെ റെക്കമെൻഡേഷൻ അല്ല. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ ഇന്ത്യയിൽ നിന്ന് S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI ഡേറ്റ വരുന്നുണ്ട്. 9th ഏപ്രിലിന് നാളെ വരുന്നുണ്ട്. അതുപോലെ തന്നെ USA നാളെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡേറ്റ നാളെ വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നാളെ കാണാം.
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.